എന്താ എന്നെ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞത്? പറയാം. സോണി, സോണി, സോണി. സോണി, സോണി, സോണി. നശിച്ച കാറ്റ്. ഹലോ, ആരാ? ഞാൻ ജാഫർ, കൊണ്ടോട്ടി ജാഫർ. ജാഫർ, 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 ജാഫർ. പ്രോസിക്യൂട്ടർ സാറേ, ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഹൗ മച്ച് യു വാണ്ട്? ഒരു ജീവപര്യന്തം. എനിക്കല്ല, നിനക്ക്. 40 വർഷത്തെ കഠിന തടവ് വളരെ ബുദ്ധിമുട്ടിയല്ലേ നീ എനിക്ക് വാങ്ങി തന്നത്? അപ്പൊ കുറഞ്ഞതൊരു ജീവപര്യന്തെങ്കിലും നിനക്ക് ഞാൻ വാങ്ങി തന്നില്ലെങ്കിൽ? പ്രഗത്ഭനായ പബ്ലിക് പ്രോസിക്യൂട്ടർ സണ്ണി കുരുവിള അകത്ത് കിടന്ന് അഴിയണമെന്ന് എനിക്കൊന്ന് കാണണം. പറ്റുമെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് തന്നെ കിടക്കാം. കൊള്ളാം, നല്ല ഐഡിയ. പക്ഷേ നീ ഇതെങ്ങനെ കോടതിയിൽ തെളിയിക്കും? അതിനതുവരെ നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? നിന്നെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാനില്ല. ബിക്കോസ് യു ആർ എ വാണ്ടഡ് നൊട്ടോറിയസ് ക്രിമിനൽ. അന്ന് നിന്റെ നോവൽ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല ക്രിമിനൽ ലോയർക്ക് ഇത്രയ്ക്ക് മനോഹരമായ ഒരു മർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നു, ഒരു ക്രിമിനൽ ലോയറിനല്ല, നല്ലൊരു ക്രിമിനലിനെ ഇത്തരം സിറ്റുവേഷൻ കൺസീവ് ചെയ്യാൻ പറ്റും. ആൻഡ് നൗ യു ഹാവ് പ്രൂവ്ഡ് ദാറ്റ് യു ആർ എ നാച്ചുറൽ ബോൺ ക്രിമിനൽ. ഒരു ക്രൈം നോവലിൽ എന്ന പോലെ എത്ര മനോഹരമായിട്ടാണ് നീ നിന്റെ ഭാര്യയുടെ മരണം പ്ലാൻ ചെയ്തത്. താങ്ക് യു. വൈകിയാണെങ്കിലും നിനക്കെന്നെ മനസ്സിലായോ? നോനോ, വൈകിട്ടൊന്നുമില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നിന്റെ ഭാര്യ മരിച്ച അന്ന് മുതൽ, വെടികൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആൻസി സ്ലീപ്പിംഗ് പിൽസ് ഓവർഡോസ് കഴിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ ഐ വാസ് ആഫ്റ്റർ യു. ആൻസി മരണപ്പെട്ട അന്ന് രാത്രി വീട്ടിലും പിന്നെ സിറ്റി ക്ലബിലെ ബാറിലും, എന്തിന് മറ്റ് പല അവസരങ്ങളിലും ഞാൻ നിന്നെ കണ്ടപ്പോഴൊക്കെ തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഭാര്യയുടെ മരണത്തിലുള്ള ദുഃഖം നീ അഭിനയിച്ചത്. അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന്. ആഹാ, വെരി ഗുഡ്. എന്നിട്ട് പ്രൊസീഡ്, 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 പ്രൊസീഡ്. ഏതൊരു പുരുഷനും ഏതൊരു പെണ്ണിനോട് താല്പര്യം തോന്നാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് സ്വന്തം ഭാര്യയുടെ അനിയത്തിയായപ്പോൾ. പക്ഷേ അതിനുവേണ്ടി ഒരു കൊലപാതകം ചെയ്യുക, ദാറ്റ്സ് വെരി ക്രൂവൽ. നീ അതാണ് ചെയ്തത്. സോണിയോടുള്ള താല്പര്യം ഒന്നിന്റെ പേരിൽ മാത്രം നീ നിന്റെ ഭാര്യയെ കൊന്നു. എന്നിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ അതൊരു ആത്മഹത്യയാക്കി മാറ്റുകയും ചെയ്തു. നിന്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കത്ത് നിന്റെ നോവലിൽ നിന്ന് തന്നെ നീ കണ്ടെടുത്തു. അതും ആൻസിയുടെ കൈയക്ഷരം. അത് ആൻസി സോണിക്ക് എഴുതിയ കത്താണെന്ന് കൂടി വരുത്തി തീർത്തപ്പോൾ
യു സക്സീഡഡ് ഇൻ യുവർ ഫസ്റ്റ് ടൈം. അവിടെ നിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, സോണി. യെസ്, എനിക്ക് അവളെ വേണമായിരുന്നു. ഐ ലൈക്ക് ഹർ, ഐ വാണ്ട് ഹർ, ഐ നീഡ് ഹർ, ഐ നീഡ് ഹർ, ഐ നീഡ് ഹർ, ഐ നീഡ് ഹർ. അതെ, ആൻസിയുടെ സാന്നിധ്യം ഇനി എന്റെ ജീവിതത്തിൽ വെറും ഒരു കരിനിഴൽ മാത്രം. ആൻസി സോണിയോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചിപ്പിക്കുന്നതിന് മുമ്പ് അവളെ ഒഴിവാക്കണം. എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ആ ഇത്തിൽക്കണ്ണിയെ പറിച്ചു മാറ്റണം എങ്ങനെയെങ്കിലും. യെസ്, ഐ ഡിസൈഡ്. സോറി ആൻസി, മാപ്പ് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. എങ്കിലും എനിക്കെന്തോ അപ്പോ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നെ മറന്നു, നിന്നെ മറന്നു, എന്തിന് നമ്മുടെ മോളെ പോലും മറന്നു. നീ കഴിഞ്ഞതെല്ലാം മറക്കണം, പൊറുക്കണം. ആൻസി, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഇല്ല സണ്ണി, സണ്ണി എന്നോട് മാപ്പ് പറയരുത്. എനിക്കത് സഹിക്കില്ല. എന്റെ കർത്താവേ, എന്റെ സണ്ണി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. എനിക്കത് മാത്രം മതി.